നമുക്കിന്നൊരു അട ഉണ്ടാക്കാമേ. അട ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി സ്വല്പം ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് നനച്ചെടുത്തു. ഇനി നമുക്ക് പകുതി 2 പോർഷൻ ആക്കാം. എന്നിട്ട് ചക്കപ്പഴം അരച്ചത് ചക്കപ്പഴം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഒരു പോർഷനിലോട്ട് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. മറ്റേ ഭാഗത്ത് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് പാകത്തിന് കുഴച്ചെടുക്കാമേ. ഇനി ഇതൊന്ന് നന്നായിട്ട് രണ്ടും കൂടെ കുഴച്ചുകൊണ്ട് വരാം. ചക്കപ്പഴം ചേർത്ത മാവും നന്നായിട്ട് കുഴച്ചു. ചൂടാറി കഴിഞ്ഞപ്പോൾ ചക്കപ്പഴം ചേർക്കാതെ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച മാവും തയ്യാറായി. അത് വാട്ടിയ വാഴയിലയിൽ കനം കുറച്ച് പരത്തി തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് തയ്യാറാക്കി. ഇനി ഇത് മടക്കി ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അട തയ്യാറാകും. അട തയ്യാറായിട്ട് നമുക്ക് കാണാം. 10 മിനിറ്റ് നേരത്തോളം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അട തയ്യാറായി. ഈ മഞ്ഞ കളറുള്ളത് ചക്കപ്പഴം അരച്ച് ചേർത്തതും ഈ വെളുത്തത് അരിപ്പൊടി മാത്രമുള്ളതും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം.